ബി.ജെ.പി നേതാവ് ശ്രീ സി കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സി കൃഷ്ണകുമാർ, രാഹുൽ ഈശ്വർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കാൻ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അതിജീവിതയെ പരസ്യമായി അധിക്ഷേപിച്ചതിലാണ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ശ്രീ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒരു ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ ഈശ്വർ പല ആളുകളെയും വിളിച്ച് ഈ ഇരയ്ക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കാനും അതുപോലെ തന്നെ സ്വാധീനിക്കാനും എല്ലാം ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിജീവിതയുടെ ഹസ്ബൻഡിനെ തന്നെ വിളിച്ചതായിട്ട് എനിക്ക് നേരിൽ അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി തവണ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത്തരത്തിൽ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കൃത്യമായിട്ടൊരു ഏജന്റ് ആയിട്ടാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയും ചില ആൾക്കാരുണ്ട് ഇത്തരത്തിൽ ഈ അതിജീവിതയെ പരസ്യമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്ന, അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്ന ചില വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട്, ചില രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവർക്കെതിരെയും നടപടി പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെയും സൈബർ വെട്ടുകിളിക്കൂട്ടങ്ങളും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പ്രസ്താവനകൾ ഇറക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പോലും വെറുതെ വിടുന്നില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രൂരതയ്ക്കിരയായിട്ടുള്ള അതിനെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരുന്ന ആളുകൾക്കെതിരായിട്ട്, യുവതികൾക്കെതിരായിട്ട് സോഷ്യൽ മീഡിയ വഴിക്കും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലുമെല്ലാം അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത്. രാഹുൽ ഈശ്വർ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. രാഹുൽ ഈശ്വറാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരാള് ഇത്തരം കേരള പൊതുസമൂഹത്തിന് മുന്നിൽ, സ്ത്രീ സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ഒരാള്, ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളെ സംരക്ഷിക്കുന്ന രീതിയിലും അവരെ ന്യായീകരിക്കുന്ന രീതിയിലും ചർച്ചകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്നത് എല്ലാവർക്കും അപമാനകരമായിട്ടുള്ള കാര്യമാണ്. വളരെയധികം നന്ദി ശ്രീ സി കൃഷ്ണകുമാർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.